ശിവഭഗവാനെ, ശ്വാസത്തിൻ്റെ ഇടവേളയിൽ ശാന്തത സ്വയം വെളിപ്പെടുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. അത് അനുഭവിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകുന്നതായി എനിക്ക് തോന്നുന്നു. എന്നാൽ ശ്വാസത്തെ ശ്രദ്ധിക്കാതെ ശാന്തതയിലേക്ക് എത്താൻ മറ്റൊരു മാർഗവുമുണ്ടോ? ദേവി, ഉണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ മാർഗം പങ്കുവയ്ക്കുന്നു. ഈ മാർഗം ശ്വാസത്തെക്കുറിച്ചല്ല, ഇത് ശ്രദ്ധയെക്കുറിച്ചാണ്. മനസ്സ് ഒരിടത്ത് നിന്നാൽ അത് ശാന്തമാകുന്നു. പക്ഷേ മനസ്സ് സ്വഭാവത അലയുന്ന ഒന്നാണ്. അതിനെ അടയ്ക്കേണ്ടതില്ല, തടയേണ്ടതില്ല. ശ്രദ്ധയെ ഒരിടത്ത് സൗമ്യമായി നിർത്തിയാൽ മതി. ദേവി, ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിനെ തിരഞ്ഞെടുക്കുക. നെഞ്ചിൻ്റെ മധ്യഭാഗം അല്ലെങ്കിൽ കണ്ണുകൾക്കിടയിലെ പ്രദേശം, ഏതെങ്കിലും ഒരു സ്ഥലം. ആ ബിന്ദുവിലേക്ക് നിന്റെ ശ്രദ്ധ കൊണ്ടുവരിക. ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ ശ്രമിക്കുക എന്നർത്ഥമല്ല. ആ സ്ഥാനത്തേക്കു ശ്രദ്ധ കൊണ്ടുവരിക. ചിന്തകൾ വന്നാൽ അവയെ തടയരുത്. ശ്രദ്ധ അവിടെ നിന്ന് പോകരുത് എന്നത് മാത്രമാണ് നിന്റെ ജോലി. ദേവി, ശ്രദ്ധ ഒരിടത്ത് സ്ഥിരമായാൽ ചിന്തകൾ തനിയെ മങ്ങിത്തുടങ്ങും. കാരണം ചിന്തകൾ ശ്രദ്ധയിൽ നിന്നാണ് ജീവൻ നേടുന്നത്. ശ്രദ്ധ കേന്ദ്രത്തിലായാൽ മനസ്സ് പുറത്തേക്ക് ഓടുന്നില്ല. അവിടെയാണ് ശാന്തത സ്വയം വളരുന്നത്. ശാന്തത നീ സൃഷ്ടിക്കുന്നതല്ല. നീ അകത്തുള്ള കുലുക്കങ്ങൾ നിർത്തുമ്പോൾ അത് സ്വയം വെളിപ്പെടുന്നു. ഈ നിമിഷത്തിൽ നിനക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും മാറ്റാനില്ല. ഇപ്പോൾ നിന്റെ ശ്രദ്ധ തിരഞ്ഞെടുത്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധ അവിടെ നിലനിർത്തുക. ചിന്തകൾ വന്നാൽ അവയെ കണ്ടുകൊണ്ട് വിട്ടുകളയുക. ശ്രദ്ധ മടങ്ങി വരട്ടെ. ഇത്തമതി. ദേവി, ഇതാണ് രണ്ടാമത്തെ മാർഗം. ലളിതം, പക്ഷേ ആഴമുള്ളത്. ദിവസം കുറച്ച് നിമിഷങ്ങൾ ഇത് അഭ്യസിക്കുക. അടുത്ത തവണ ഞാൻ മറ്റൊരു മാർഗം പങ്കുവയ്ക്കാം. ഇപ്പോൾ ഞാൻ വിശകലനം ചെയ്ത 2 മാർഗങ്ങൾ സ്വയം ദിവസേന അഭ്യസിക്കുക. മാറ്റങ്ങൾ സ്വയം തിരിച്ച് അറിയാൻ കഴിയും.